മത്സരിക്കാൻ ഉറച്ച കെ സുധാകരൻ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ ഉറച്ച കെ സുധാകരൻ MP. ഇതോടെ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിലായി. പാർട്ടി അനുവദിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സുധാകരൻ നീക്കം തുടങ്ങി. ഇതിനിടയിൽ സീറ്റ് നൽകി സുധാകരനെ അനുനയിപ്പിക്കാനും ശ്രമമുണ്ട്. നേതാക്കൾ അനുനയിപ്പിക്കാൻ നീക്കം നടത്തിയെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല. സുധാകരൻ മത്സരിച്ചാൽ സംസ്ഥാനം ഒട്ടാകെ തിരിച്ചടിയാകുമെന്ന ഭയവും നേതാക്കൾക്കുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യത്തിൽ ബംഗാളിൽ CPI 18 സീറ്റുകളിൽ മത്സരിക്കും. തമിഴ്നാട്ടിൽ 5 ഇടങ്ങളിലാണ് CPI മത്സരിക്കുക. ബംഗാളിൽ 193 പേരുകളുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇടതു സഖ്യം പുറത്തിറക്കി. CPI 15, CPIM 140, ഫോർവേഡ് ബ്ലോക്ക് 21, RSP 13, MFP, RCPI 1 വീതം പേരുകളാണ് പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിശ്വസ്തനും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസിന് സീറ്റില്ലാത്തതിൽ സതീശൻ വൻ പ്രതിഷേധത്തിൽ. ഇതിൽ പ്രതിഷേധിച്ച തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ നിന്നും സതീശൻ ഇറങ്ങിപ്പോയതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകൾ. കൊച്ചി സീറ്റിലാണ് മുഹമ്മദ് ഷിയാസ് നോട്ടമിട്ടിരിക്കുന്നത്. എന്നാൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ദീപ്തി മേരി വർഗീസിനു വേണ്ടിയാണ് ചരട് വലിക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നതിനെ തുടർന്ന് താൽക്കാലിക ചുമതല മറ്റാർക്കെങ്കിലും കൈമാറണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം. ഇതിനെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്തിനായി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. KC വേണുഗോപാലും VD സതീശനും ബെന്നി ബെഹനാൻ MPയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനായി രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ട്. നീണ്ടുപോകുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിൽ അയൽ രാജ്യമായ ചൈന മധ്യസ്ഥത വഹിക്കുമെന്ന് അറിയിച്ച ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. കഴിഞ്ഞ ആഴ്ചകളിലായി പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഫോൺ വിളിച്ചതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ എക്സിൽ കുറിച്ചു. കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കും. വോട്ട് നിഷേധിക്കാതിരിക്കാൻ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വോട്ടർ പട്ടികയിൽ താൽക്കാലികമായി ഉൾപ്പെടുത്തി അതിനുശേഷമായിരിക്കും പേര് നീക്കം ചെയ്യുക. അടൂർ RDOയുടേതാണ് നടപടി. വ്യാജരേഖ ചമച്ച റേഷൻ കാർഡിൽ പേര് ചേർത്തെന്ന പരാതിയിൽ സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് റദ്ദാക്കിയിരുന്നു. ദത്തെടുത്ത അമ്മമാരുടെ പ്രസവാവധിക്ക് കുട്ടിയുടെ പ്രായം പരിഗണിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. 12 ആഴ്ച അവധി നൽകാമെന്നാണ് സുപ്രീം കോടതി വിധി. നേരത്തെ 3 മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടികളെ ദത്തെടുക്കുമ്പോൾ മാത്രമായിരുന്നു പ്രസവാവധി നൽകിയിരുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധവും വിവേചനപരവുമാണെന്ന് കണക്കാക്കി കോടതി നിലവിലെ സാമൂഹിക സുരക്ഷാ കോഡിലെ വ്യവസ്ഥ റദ്ദാക്കി. ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മയിൽ ഖദീബിനെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിലാണ് ഖദീബ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് സ്ഥിരീകരിച്ചു. എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ വാർത്തയിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി, ബസീസ് സേനാ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഗോംലാം റേസ സുലൈമാനി എന്നിവർ കൊല്ലപ്പെട്ട് ഒരു ദിവസത്തിന് ശേഷമാണ് മന്ത്രി ഖദീബും വധിക്കപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ പാലം മേഖലയിൽ വൻ തീപിടുത്തം. 5 നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 3 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 7 പേർ മരിച്ചു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് പാലം മെട്രോ സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. 5 നിലകളുള്ള ഈ കെട്ടിടത്തിന്റെ 2ഉം 3ഉം നിലകൾ താമസയോഗ്യമായ യൂണിറ്റുകളായിരുന്നു. താഴത്തെ നിലകളിലും ബേസ്മെന്റിലും വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന ഗോഡൌണുകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഹോട്ടലുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച പാചകവാതകം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സൂചനാ പണിമുടക്ക് നടത്താൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. 23-ന് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടും. ഹോട്ടലുകളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി പാചകവാതക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 19-ന് എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റിലേക്ക് മാർച്ച് നടത്തും. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.